ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഗമോ ദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദേവികയുടെ പരാതിയിൽ പോലീസ് എത്തി നന്ദനെ ഹോം സ്റ്റേയിൽ നിന്നും കൊണ്ടുപോകുന്നു. അതോടുകൂടി തന്നെ വാലിന് തീ പിടിച്ചൊരവസ്ഥയിലാവുന്നുണ്ട് ഇസബെല്ല. ഐസക്കിനെ വിളിച്ചിട്ട് നന്ദനെ പോലീസ് കൊണ്ടുപോയി എന്നും ദേവിക ഇപ്പോൾ പുതിയ ഒരാളാണെന്നെല്ലാം പറയുമ്പോൾ ഞാൻ പറഞ്ഞതല്ലേ സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് ഐസക്ക്. ദേവികയെ എങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്യണമെന്ന് ഇസബെല്ല പറയുമ്പോൾ ഏതായാലും ഹോം സ്റ്റേയിൽ നിന്നും തിരിച്ചു വരാനും ഇവിടെ എത്തിയിട്ട് ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യാമെന്നും ഐസക്ക് പറയുന്നുണ്ട്. തുടർന്ന് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാണ്. ആ ഫയൽ ദേവികയുടെ കയ്യിലെങ്ങാനും എത്തിക്കഴിഞ്ഞാൽ നന്ദനെ കൊണ്ട് ദേവിക എല്ലാം പറയിപ്പിക്കും. പിന്നെ നമുക്ക് ജയിലിലേക്ക് പോകാമെന്നെല്ലാം കെവിനോട് പറയുന്നുണ്ട് കേട്ടോ ഐസക്ക്. പിന്നീട് നന്ദനെ സിദ്ധുവിൻ്റെയും പ്രഭാവതിയുടെയും മുന്നിൽ എത്തിക്കുന്നുണ്ട് ദേവിക. സിദ്ധു നന്ദനെ വലിച്ചു കീറുന്നു. പ്രഭയും ഇത്തവണ ദേവികയ്ക്ക് വേണ്ടി തന്നെയാണ് സംസാരിക്കുന്നത്. ആ ഫയലിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് പ്രഭ നന്ദനോട്. അങ്ങനെ ഒരു ഫയലിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്നുള്ള വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നന്ദൻ. എന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ നാണം കെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ ദേവികയെ കുറ്റപ്പെടുത്തുമ്പോൾ ഏതാണ് നിൻ്റെ ഫ്രണ്ട്സ്, ഇന്നലെ പൊട്ടിപ്പൊളിച്ച ഐസബെല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് നന്ദൻ്റെ വായടപ്പിക്കുന്ന മറുപടി സിദ്ധവും നൽകുന്നു. ഒരു ഭാര്യ എന്ന നിലയിൽ 100% ഓണസ്റ്റ് ആയിരുന്നു ഞാനെന്നും ഒരു പരിധി വിട്ട് ആരോടും കൂട്ടുകൂടാൻ പോയിട്ടില്ല, ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിന്നും ആരോടും പറയാതെ മാറി നിന്നിട്ടില്ല എന്നും ദേവിക നന്ദന് കുറുക്കിക്കൊള്ളുന്ന മറുപടി കൊടുക്കുന്നുണ്ട്. ഋഷി കേസ് ഉഴപ്പിയതുപോലെ ഈ കേസും പോലീസുകാരെ ഉഴപ്പാണെന്നും നന്ദൻ പറയുന്നുണ്ട്. ഫയൽ എൻ്റെ കയ്യിലില്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു എന്ന് നന്ദൻ വീണ്ടും പറയുമ്പോൾ അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾ ശ്രമിക്കേണ്ട. അന്ന് അമ്മയും നന്ദുവും തമ്മിൽ എൻ്റെ ഫയലിനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ വ്യക്തമായിട്ട് കേട്ടതാണ് അച്ഛാ. അത് നന്ദുവിൻ്റെ കയ്യിൽ നിന്നും തിരിച്ചു വാങ്ങിക്കാൻ ഏതറ്റം വരെയും ഞാൻ പോകുമെന്നും ദേവികയും പറയുന്നുണ്ട്. നിന്നെ ആരെങ്കിലും ചേർന്ന് കെണിയിൽപ്പെടുത്തിയതാണോ? നീ ആർക്കോ വേണ്ടി ചെയ്തതല്ലേ ഈ ചതി? പറ, ഇസബെല്ലയ്ക്ക് വേണ്ടിയാണോ നീ ദേവികയുടെ ഫയൽ മോഷ്ടിച്ചതെന്നും സിദ്ധു ചോദിക്കുമ്പോൾ അത് കേട്ട് ഷോക്കാവുന്നുണ്ട് കേട്ടോ നന്ദൻ. പറ മോനെ, നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് നീ തുറന്നു പറയണം. ദേവിക മോള് ആ ഫയൽ കാണാത്തതിൻ്റെ പേരിൽ വലിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് എന്നെല്ലാം പ്രഭ പറയുമ്പോൾ അപ്പോൾ ഞാൻ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം ആർക്കും അറിയണ്ടല്ലേ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും. ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ അത്രയ്ക്ക് പ്രഷറാണ് ഞാൻ അനുഭവിക്കേണ്ടത് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ മുകളിലേക്ക് പോകുന്നു. തുടർന്ന് എനിക്ക് പേടിയാവുന്നു സിദ്ധു എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭ ആശങ്കപ്പെടുകയാണ്. അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പറയാൻ പറ്റില്ല എന്ന് പ്രഭ ദേവികയോടായിട്ട് പറയുമ്പോൾ ഇപ്പം നന്ദു എന്ത് ചെയ്യുമെന്ന് എനിക്കും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇസബെല്ലയോടൊപ്പം സ്ഥിരതാമസമാക്കാനും സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ നന്ദു എന്നെ സംബന്ധിച്ച് മറ്റാരോ ആണ്. അതുകൊണ്ട് നന്ദു ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി ഇസബെല്ലയോടൊപ്പം താമസം തുടങ്ങിയാൽ പോലും എൻ്റെ മനസ്സിന് ഇളക്കം തട്ടില്ല. മോഷ്ടിച്ച ഫയൽ നന്ദുവിൻ്റെ കയ്യിൽ നിന്നും വീണ്ടെടുക്കുക, അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യമെന്നും ദേവിക പറയുന്നുണ്ട്. ഇതേസമയം മുറിയിലെത്തുന്ന നന്ദൻ ഇസബെല്ലയെ വിളിക്കുന്നു. അപ്പോൾ ഐസക്കും ഇസബെല്ലയോടൊപ്പം ഉണ്ട്. ഫോൺ ലൗഡ് സ്പീക്കറിലിടാൻ ഐസക്ക് പറയുന്നുണ്ട് ഇസബെല്ലയോട്. ഇവിടെ വലിയ ബഹളവും പ്രശ്നമൊക്കെയാണ്. ഫയൽ തിരിച്ചു കൊടുക്കാൻ എനിക്ക് മേൽ അത്രയ്ക്ക് പ്രഷറുണ്ട് എന്നെല്ലാം നന്ദൻ പറയുമ്പോൾ നമുക്ക് കുറേ സംസാരിക്കാനുണ്ട്. ആ ഫയൽ ഒരു കാരണവശാലും നന്ദൻ ദേവിക്ക് തിരികെ കൊടുക്കരുത്. നന്ദൻ ടെൻഷൻ ആവാതിരിക്കുക, നന്ദൻ്റെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ടെന്ന് വീണ്ടും പറയുന്നുണ്ട് കേട്ടോ ഇസബെല്ല. ഇതേ സമയം പ്രഭ വന്നിട്ട് നന്ദൻ്റെ മുറിയിൽ ഡോറ് തട്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ നന്ദൻ വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. അപ്പോൾ പ്രഭ നന്ദനോട് പറയുന്നുണ്ട്, മോനെ അവിവേകമൊന്നും കാണിക്കരുത്, എല്ലാത്തിനും നമുക്ക് സമാധാനം ഉണ്ടാക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നന്ദനെ ആശ്വസിപ്പിക്കുകയാണ് പ്രഭ ചെയ്യുന്നത്. ദേവികയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. അങ്ങനെ ദേവിക ശാരികയെ വിളിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ചേച്ചി എന്ന് ശാരിക പറയുമ്പോൾ നന്ദുവിനെ ചോദ്യം ചെയ്തിട്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല ശാരി. ഫയൽ നന്ദുവിൻ്റെ കയ്യിൽ ഇല്ലെന്നുള്ള വാദത്തിൽ നന്ദു ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണെന്നെല്ലാം ദേവിക പറയുമ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ ഒരു അന്വേഷണം നടത്തി നോക്കട്ടെ. ഇസബെല്ലയോടൊപ്പമാണ് നന്ദേട്ടൻ എന്ന് കണ്ടെത്തിയത് ഞാനല്ലേ? അപ്പോൾ കാണാതായ ഫയലും എവിടെയുണ്ടെന്ന് എനിക്ക് ചിലപ്പോൾ കണ്ടെത്താൻ സാധിച്ചേക്കും എന്നും ശാരിക പറയുന്നുണ്ട്. അങ്ങനെ ശാരിക ഉടനെ തന്നെ കെവിനെ വിളിക്കുന്നു. എന്നിട്ട് അയാളെ സുഖിപ്പിക്കുന്ന രീതിയിലെല്ലാം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ പിന്നെ വിളിക്കാൻ ശാരി, ഇപ്പോൾ കുറച്ച് പ്രശ്നത്തിൽ പെട്ട് കിടക്കുകയാണെന്നെല്ലാം കെവിൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് പറയാവുന്നതാണെങ്കിൽ കെവിൻ ചേട്ടൻ തുറന്നു പറയണം. സന്തോഷം മാത്രമല്ല സങ്കടവും എന്നോട് തുറന്നു പറയാം, എങ്കിൽ ആ ടെൻഷൻ്റെ ഭാരം ഒന്ന് കുറയുമെന്നെല്ലാം ശാരിക പറയുന്നുണ്ട്. അങ്ങനെ കെവിൻ വീണ്ടും തുറന്നു പറയാനായിട്ടൊക്കെ മടി കാണിക്കുമ്പോൾ അപ്പോൾ കെവിൻ ചേട്ടന് എന്നോട് അത്രയ്ക്കേ സ്നേഹമുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും അയാളെ സോപ്പിടുന്ന രീതിയിലെല്ലാം ശാരിക സംസാരിക്കുന്നുണ്ട്.
അങ്ങനെ ഒടുവിൽ ചില സൂചനകളൊക്കെ കെവിൻ്റെ വാക്കുകളിൽ നിന്നും ശാരികയ്ക്ക് കിട്ടുന്നുണ്ട്. പൂർണ്ണമായിട്ടും അയാളൊന്നും വിട്ടു പറയാൻ തയ്യാറായില്ലെങ്കിലും ഫയൽ നന്ദൻ്റെ കയ്യിൽ തന്നെയുണ്ട്, കമ്പനിയിൽ എവിടെയോ ആണ് നന്ദു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള സൂചനകളൊക്കെ ശാരികയ്ക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഉടനെ തന്നെ ശാരിക വിവരം ദേവികയെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്